നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. സമഗ്ര വികസനത്തിന് ഊന്നൽ നൽകി വടക്കാഞ്ചേരി നഗരസഭയുടെ വികസന സെമിനാർ സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. പുത്തൂർ പഞ്ചായത്തിന്റെ 2025-26 വാർഷിക പദ്ധതിയുടെ ഭാഗമായി സ്ത്രീകൾക്കായി മഹിളാ സഭ സംഘടിപ്പിച്ചു. രാജ്യത്തിന്റെ 76ാം റിപ്പബ്ലിക് ദിനാഘോഷം വിവിധ പരിപാടികളോടെ ജില്ലയിൽ സമുചിതമായി ആചരിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. മണ്ണുത്തി ഡോൺ ബോസ്കോ സ്കൂളിന്റെ വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർതൃ ദിനവും വിവിധ പരിപാടികളോടെ നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. സമഗ്ര വികസനത്തിന് ഊന്നൽ നൽകി വടക്കാഞ്ചേരി നഗരസഭയുടെ വികസന സെമിനാർ സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. സമഗ്ര വികസനത്തിന് ഊന്നൽ നൽകി നഗരസഭയുടെ 2025-26 വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ വികസന സെമിനാർ സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. പദ്ധതി നിർവഹണത്തിന്റെ നെടുംതൂണായ ജനകീയ ആസൂത്രണം കാര്യക്ഷമമാകണമെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പദ്ധതികൾക്കൊപ്പം സഞ്ചരിക്കണമെന്ന് MLA അഭിപ്രായപ്പെട്ടു. പദ്ധതി രേഖ MLA കൌൺസിലർ KT ജോയ്ക്ക് നൽകി പ്രകാശനം ചെയ്തു. പശ്ചാത്തല മേഖല, മാലിന്യ സംസ്കരണം, തൊഴിൽ മേഖല, കൃഷി, ആരോഗ്യം, കുടിവെള്ളം, മൃഗസംരക്ഷണം, പട്ടികജാതി ക്ഷേമം, വനിതാ ഘടക പദ്ധതി, അതിദരിദ്ര സംരക്ഷണ പദ്ധതി, ഭിന്നശേഷി ക്ഷേമം, വയോജന പദ്ധതി മുതലായവയ്ക്ക് ഊന്നൽ നൽകിയാണ് വടക്കാഞ്ചേരി നഗരസഭ വികസന സെമിനാർ അവതരിപ്പിച്ചത്. 2024-25 പദ്ധതിയിൽ ആകെ 23.16 കോടി രൂപയാണ് വിവിധ വികസന പദ്ധതികൾക്കായി വകയിരുത്തിയിരുന്നത്. പൊതുവിഭാഗം 5.57 കോടി, പട്ടികജാതി 3.20 കോടി രൂപയാണ് വികസന ഫണ്ടിൽ നീക്കിവെക്കുന്നത്. ധനകാര്യ കമ്മീഷന് ഗ്രാന്റായി 3.63 കോടി രൂപയും 2.07 കോടി രൂപ എന്നിങ്ങനെ വകയിരുത്തി. റോഡ് വികസനം 7.11 കോടി, റോഡ് ഇതര പ്രവൃത്തികൾക്കായി 1.55 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. വടക്കാഞ്ചേരി ജയശ്രീ ഹാളിൽ നടന്ന സെമിനാറിൽ നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ അധ്യക്ഷനായി. വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ, സ്ഥിരം സമിതി അധ്യക്ഷനായ MR അനൂപ് കിഷോർ, AM ജമീല B, BR അരവിന്ദാക്ഷൻ, സ്വപ്ന ശശി, CV മുഹമ്മദ് ബഷീർ, കൌൺസിലർമാർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, നഗരസഭാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. സ്വച്ഛ് സർവേക്ഷൺ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംബന്ധിച്ച് നഗരസഭാ സെക്രട്ടറി KK മനോജ് സംസാരിച്ചു. ആ മീറ്റിംഗിൽ ജനപ്രതിനിധികൾ പ്രധാനമായും രൂപപ്പെടുത്തുന്ന അവരുടെ കൂടി അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അവര് മോശമായിട്ടല്ല, ആ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തുന്ന പ്രവർത്തികൾ സമയബന്ധിതമായി നിർവഹിക്കാൻ ഇംപ്ലിമെന്റിംഗ് ഉദ്യോഗസ്ഥന്മാർക്ക് അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് എന്ന് ഞാൻ ഈ ഘട്ടത്തിൽ പറഞ്ഞു വയ്ക്കുകയാണ്. കാരണം എന്താ, ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ജനകീയമാണ് പദ്ധതി, ജനങ്ങളാണ് പദ്ധതി തീരുമാനിക്കുന്നത്. അത് ജനപ്രതിനിധികളുടെ നിർദ്ദേശമുണ്ട്. നേരത്തെ ഇവിടെ ചെയർമാൻ സൂചിപ്പിച്ചല്ലോ, വർക്കിംഗ് ഗ്രൂപ്പ് ചേർന്ന് നിർദ്ദേശങ്ങൾ ഉണ്ടാക്കി വീണ്ടും അവതരിപ്പിക്കുകയാണ്. ഒരുപക്ഷെ 96-ന് ശേഷം തുടർച്ചയായ ഇടപെടലിന്റെ ഭാഗമായി പലതും പരിഹരിക്കപ്പെട്ടു എന്നതുകൊണ്ട് അങ്ങനെ സൂക്ഷ്മാർത്ഥത്തിൽ ആരും ആ കാര്യം പരിശോധിക്കാൻ ശ്രമിക്കുന്നില്ല എന്ന കുറവും കൂടി നമുക്ക് പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. നേരത്തെ ചെയർമാൻ പറഞ്ഞു, ഒട്ടേറെ അവാർഡുകൾ നമുക്ക് കരസ്ഥമാക്കാൻ കഴിയും. വികസനം ഒരു കാലത്തും അവസാനിക്കുന്നില്ല. അപ്പോ ഇന്നലെ കേരള നിയമസഭ ചർച്ച ചെയ്തതിൽ കേരളയിൽ പ്രശ്നം ഉയർന്നു വന്നു. കേരളയിൽ രൂപപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഗുണദോഷ സമ്മിശ്രമായ പ്രശ്നങ്ങൾ. ഇപ്പോ കേരളത്തിനെതിരായി പറയുന്നവർ തന്നെ ട്രെയിൻ യാത്രയ്ക്ക് സൗകര്യമില്ല, തിങ്ങി നിറഞ്ഞു പോകുന്നു, അപകടങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നു. കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള യാത്ര എന്ന് പറയുന്നത് നാം ഇപ്പോഴും 60 കൊല്ലം പിന്നിൽ പോയാൽ മതിയോ? ആകെ മാറുമ്പോ
നമ്മൾ മാറണ്ടേ? നമ്മളെ ആരെങ്കിലും പിന്നെ മാറ്റാൻ വേണ്ടി ഇങ്ങോട്ട് ശ്രമിക്കുമോ? ഇപ്പോ എറണാകുളം മുതൽ ഷൊർണൂർ വരെ റെയിൽപാളം 4 വരിയാക്കണം എന്ന് പറഞ്ഞ് അതിന്റെ പിന്നെ അന്വേഷണവും പരിശോധനയും കുറെ പിന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ എവിടെ എത്തിയിട്ടില്ല. ശബരി റെയിൽ ഇപ്പോഴും ചർച്ചയാണ്. പുത്തൂർ പഞ്ചായത്തിന്റെ 2025-26 വാർഷിക പദ്ധതിയുടെ ഭാഗമായി സ്ത്രീകൾക്കായി മഹിളാ സഭ സംഘടിപ്പിച്ചു. കുരിശുമൂല കല്യാണ മണ്ഡപത്തിൽ നടത്തിയ പരിപാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശ്വതി സുനീഷ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS സജിത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വെട്ടുകാട് പ്രാഥമികാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ സുരേഷ്, ICDS സൂപ്പർവൈസർമാരായ പ്രീനു പ്രസാദ്, ദീപ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിൽ സ്ത്രീ സുരക്ഷാ നിയമങ്ങളെക്കുറിച്ച് വനിതാ സെൽ സിവിൽ പോലീസ് ഓഫീസർ K മിനിമോൾ ക്ലാസ് എടുത്തു. പ്രാഥമിക ശുശ്രൂഷ നൽകുന്നതിനെക്കുറിച്ച് സിസ്റ്റേഴ്സ് ആയ ദിൽഷ, അനീഷ എന്നിവരും ക്ലാസ് എടുത്തു. നമ്മുടെ പഞ്ചായത്ത് ഈ കഴിഞ്ഞ വർഷകാലയളവിൽ സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ട് ഒരുപാട് പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. നിലവിൽ ഇനിയും അവരെ മുന്നോട്ട് കൊണ്ടുവരേണ്ടത് ആവശ്യമായതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു പ്രത്യേക സഭ തന്നെ കൂടി നമുക്ക് എന്തൊക്കെയാണ് സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ പദ്ധതിയാണ് നമുക്ക് വർഷം തയ്യാറാക്കാനുള്ളത് ആസൂത്രണം ചെയ്യുന്നതിന് വേണ്ടി തന്നെയാണ് ഈ ഒരു യോഗം വിളിച്ചെടുത്തതാണ് അതിന്റെ ഒന്നാമത്തെ ലക്ഷ്യം. പിന്നെ ഇവിടെ പറഞ്ഞു നമ്മുടെ ഫസ്റ്റ് എയ്ഡിനെയും പാരന്റിങ്ങിനെയും കുറിച്ച്. ഫസ്റ്റ് എയ്ഡിനെ അറിയാം, നിങ്ങൾ എപ്പോഴും കുഞ്ഞുകുട്ടികളായിട്ട് നടക്കുമ്പോ അല്ലെങ്കിൽ ഒരു വീഴുമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് തൊണ്ടയിൽ കൊടുക്കുമ്പോ നമുക്ക് ഒരു പകപ്പാണ്. നിങ്ങൾക്ക് ഇപ്പൊ കുറെ വർഷത്തെ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് അങ്ങനെയൊന്നും കുഴപ്പമുണ്ടാവില്ല. പക്ഷെ ഒരു അമ്മമാരെ സംബന്ധിച്ച് പെട്ടെന്ന് കണ്ട എന്താ ചെയ്യാന്ന് അറിയില്ല അവർക്ക്. അപ്പൊ അത്തരത്തിലൊരു ക്ലാസ് നിങ്ങൾക്ക് ഇന്ന് കിട്ടുമ്പോൾ നിങ്ങളത് അംഗനവാടിയിൽ പോയി എല്ലാ പാരന്റിനെയും ALFC വിളിച്ച് ചേർത്ത് അവർക്കത് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരിലേക്കും ആ അറിവ് എത്തും. അപ്പൊ നമ്മുടെ അറിവ് പൊതുസമൂഹത്തിലേക്ക് എത്തുന്ന രീതിയിലായിട്ട് മാറ്റാനായിട്ട് കഴിയട്ടെ എന്ന ദൈവത്തിലൂടെ. രാജ്യത്തിന്റെ 76ാം റിപ്പബ്ലിക് ദിനാഘോഷം വിവിധ പരിപാടികളോടെ ജില്ലയിൽ സമുചിതമായി ആചരിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. തേക്കിൻകാട് മൈതാനിയിൽ 3 ദിവസങ്ങളായി റിഹേഴ്സൽ നടന്നു. പോലീസ്, എക്സൈസ്, ഫയർഫോഴ്സ്, SPC വിഭാഗങ്ങൾ പരേഡിൽ അണിനിരക്കും. 26-ന് രാവിലെ 9 മണിക്ക് തേക്കിൻകാട് വിദ്യാർത്ഥി കോർണറിൽ മുഖ്യാതിഥി റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ ദേശീയ പതാക ഉയർത്തും. തുടർന്ന് വിവിധ പ്ലാറ്റൂണുകളുടെ നേതൃത്വത്തിൽ സെറിമോണിയൽ പരേഡ് നടത്തി ദേശീയ പതാകയ്ക്ക് ആദരവ് പ്രകടിപ്പിക്കും. റിപ്പബ്ലിക് ദിന പരേഡിൽ കേരള ആംഡ് പോലീസ്, ആംഡ് റിസർവ് പോലീസ്, സിറ്റി റൂറൽ പോലീസ്, എക്സൈസ്, ഫോറസ്റ്റ്, ഫയർ ആൻഡ് റെസ്ക്യൂ, ഫോറസ്റ്റ് സിവിൽ ഡിഫൻസ്, NCC, സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾ എന്നിവരുടെ പ്ലാറ്റൂണുകൾ പങ്കെടുക്കും. ബാൻഡ് സെറ്റ് ദേശീയ ഗാനാലാപനത്തിന് ശേഷം മുഖ്യാതിഥി റിപ്പബ്ലിക് ദിന സന്ദേശം നൽകും. തുടർന്ന് ദേശഭക്തി ഗാനാലാപനവും മികച്ച പ്ലാറ്റൂണുകൾക്കുള്ള സമ്മാന വിതരണവും ഉണ്ടാവും. ദേശീയ ഗാനത്തോടെ പരിപാടികൾ അവസാനിക്കും. മണ്ണുത്തി ഡോൺ ബോസ്കോ സ്കൂളിന്റെ വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർതൃ ദിനവും വിവിധ പരിപാടികളോടെ നടത്തി. സ്കൂൾ ഗ്രൗണ്ടിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ നടത്തിയ പരിപാടി മനോരമ ന്യൂസ് ഡയറക്ടർ ജോണി ലൂക്കോസ് ഉദ്ഘാടനം ചെയ്തു. എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ജോർജ് PS അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകരായ ഉഷ PP, റീനു തോമസ് എന്നിവരെ ഉപഹാരം നൽകി ആദരിച്ചു. സ്കൂൾ മാനേജർ ഫാദർ തോമസ് കൂനൻ, ഹെഡ് മിസ്ട്രസ് മേരി ബെനിറ്റ്, PTA പ്രസിഡന്റ് ആൻഡോ ചിറമൽ, പ്രിൻസിപ്പൽമാരായ ഫാദർ ഷിനോ കളപ്പുരയ്ക്കൽ, ബാബു മണിശ്ശേരി, വൈസ് പ്രിൻസിപ്പാൾ ഫാദർ ജിതിൻ ചക്കിമംഗലത്ത്, ജനറൽ കൺവീനർ ലതീഷ OJ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. കേരള സാഹിത്യ അക്കാദമിയുടെ നേതൃത്വത്തിൽ സുകുമാർ അഴിക്കോട് സ്മാരക പ്രഭാഷണവും അനുസ്മരണവും സംഘടിപ്പിച്ചു. സാഹിത്യ അക്കാദമി ഓഡിറ്റോറിയത്തിൽ നടത്തിയ ചടങ്ങിൽ ഇന്ത്യ ബഹുസ്വരതയുടെ വേരുകൾ എന്ന വിഷയത്തിൽ ഡോക്ടർ സുനിൽ P
ഇളയിടം മുഖ്യപ്രഭാഷണം നടത്തി. അശോകൻ ചെരുവിൽ, CP അബൂബക്കർ, VS ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട സാംസ്കാരിക ഇടപെടലുകളിൽ ഒന്ന് സാഹിത്യ അക്കാദമിയിൽ അഴീക്കോട് മാഷ് നടത്തിയ 7 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രഭാഷണ പരമ്പരയായിരുന്നു എന്ന് നിങ്ങളിൽ ചിലർക്ക് ഓർമ്മയുണ്ടാവും. ഇതിൽ ചിലരെങ്കിലും ആ പ്രഭാഷണം കേട്ടിരിക്കാനും ഇടയുണ്ട്. എന്താണ് ഭാരതീയത എന്ന ശീർഷകത്തിലാണ് ആ പ്രഭാഷണ പരമ്പര അദ്ദേഹം ഇവിടെ നടത്തിയത്. തിങ്ങി നിറഞ്ഞ സദസ്സിന് മുമ്പിൽ ഇന്ത്യയുടെ പാരമ്പര്യത്തെയും അതിൻ്റെ ഭിന്ന രൂപങ്ങളെയും കുറിച്ച് ഭാഷ വിശദമായി പ്രതിപാദിക്കുകയും എന്തുകൊണ്ടാണ് ബാബരി മസ്ജിദ് തകർത്ത കിരാതമായ നടപടി ഇന്ത്യയുടെ അടിസ്ഥാന സ്വഭാവത്തിന് എതിരായി നിൽക്കുന്നത് എന്നതിന് വളരെ തീക്ഷ്ണമായ ഭാഷയിൽ അദ്ദേഹം അന്ന് വിമർശിക്കുകയും വിശകലന വിധേയമാക്കുകയും ചെയ്തിരുന്നു. PM ഇന്റേൺഷിപ്പ് പ്രോഗ്രാം അപേക്ഷ ക്ഷണിച്ചു. പ്രധാനമന്ത്രിയുടെ ഇന്റേൺഷിപ്പ് പരിപാടിയിലേക്ക് ബിരുദാനന്തര വിദ്യാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലാണ് PM ഇന്റേൺഷിപ്പ് പ്രോഗ്രാം നടത്തുന്നത്. ഇന്റേൺഷിപ്പിന്റെ ഭാഗമായി ഫീൽഡ് വർക്ക്, പ്രൊജക്ട് തയ്യാറാക്കൽ, ഫീൽഡ് സർവേ, വിവിധ ഡിപ്പാർട്ട്മെന്റിലെ പദ്ധതികൾ, മറ്റ് കേന്ദ്ര സംസ്ഥാന സ്കീമുകൾ എന്നിവയിൽ പരിശീലനം നൽകും. തിരുവനന്തപുരം ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് ആഹാരത്തിനും താമസത്തിനുമുള്ള സൗകര്യം ഒരുക്കും. പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഫെബ്രുവരി 10 മുൻപ് അപേക്ഷ അയക്കണം. ഫോൺ 7356815518. ഇനിയൊരു ഇടവേള. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം. 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ
കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞു കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്. സുകുമാർ അഴീക്കോട് ഫൗണ്ടേഷന്റെയും സ്മാരക സമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ അഴീക്കോട് ഓർമ്മയും MT സ്മരണയും സംഘടിപ്പിച്ചു. തൃശൂർ പ്രസ് ക്ലബ് ഹാളിൽ നടന്ന സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് A. ജയശങ്കർ അഴീക്കോട് പ്രഭാഷണം നടത്തി. നടൻ ജയരാജ് വാര്യർ MT അനുസ്മരണവും നടത്തി. സുകുമാർ അഴീക്കോട് സ്മാരക സമിതി ചെയർമാൻ രാജൻ തലോർ, വൈസ് ചെയർമാൻ സലിം T. മാത്യൂസ്, സെക്രട്ടറി സുനിൽ കൈതവളപ്പിൽ, ട്രഷറർ K. വിജയരാഘവൻ, സുകുമാർ അഴീക്കോട് ഫൗണ്ടേഷൻ ട്രഷറർ N. രാജഗോപാൽ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. തോപ്പ് സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഹയർ സെക്കൻഡറി വിഭാഗം സിൽവർ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി പൊതിച്ചോറുകൾ വിതരണം ചെയ്തു. ഹയർ സെക്കൻഡറി വിഭാഗം വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് കാരുണ്യത്തിന്റെ പൊതിച്ചോറുകൾ ഒരുക്കി വിതരണം ചെയ്തത്. പോപ്പോൾ മേഴ്സി ഹോമിലെ അന്തേവാസികൾക്കും തെരുവോരങ്ങളിൽ അനാഥരായി കഴിയുന്നവർക്കുമായി 300ഓളം പൊതിച്ചോറുകളാണ് വിദ്യാർത്ഥികൾ വിതരണം ചെയ്തത്. സ്കൂളിലെ NSS വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ നടത്തിയ പരിപാടിയിൽ പ്രിൻസിപ്പൽ KF ബാബു, PTA പ്രസിഡന്റ് ലിജോ ജോസ്, PTA വൈസ് പ്രസിഡന്റ് സോബി മാത്യു, അധ്യാപകരായ സന്ദീപ്, സൗമ്യ, ശാലിനി തുടങ്ങിയവർ പങ്കെടുത്തു. വിയു സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോമിന്റെ ചുറ്റുമതിലിൽ 2025-26 വർഷക്കാലയളവിൽ വ്യാപാര പരസ്യങ്ങൾ പതിക്കുന്നതിനുള്ള അവകാശം കൊട്ടേഷൻ അടിസ്ഥാനത്തിൽ നൽകും. ചതുരശ്ര മീറ്റർ 1 എന്ന കണക്കിൽ നിരക്ക് രേഖപ്പെടുത്തി മുദ്രവെച്ച കൊട്ടേഷനുകൾ ജനുവരി 30 ഉച്ചയ്ക്ക് 3 മുൻപായി ജയിലിൽ സൂപ്രണ്ടിന്റെ കാര്യാലയത്തിൽ ലഭിക്കണം. ഫോൺ 9020599991 എന്ന വിലാസത്തിൽ ബന്ധപ്പെടുക. സിവിൽ സ്റ്റേഷനിൽ പരിസര ശുചീകരണം നടത്തി. സിവിൽ സ്റ്റേഷനും പരിസരവും എന്നും ശുചിത്വപൂർണ്ണമായിരിക്കുവാൻ ജീവനക്കാരെല്ലാം ബാധ്യസ്ഥരാണെന്ന് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ പറഞ്ഞു. ജില്ലാ ശുചിത്വ മിഷന്റെ ആഭിമുഖ്യത്തിൽ മാലിന്യമുക്ത നവകേരള ക്യാമ്പയിന്റെ ഭാഗമായി അയ്യന്തോൾ സിവിൽ സ്റ്റേഷൻ പരിസരം വൃത്തിയാക്കുന്നതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ ML റോസി അധ്യക്ഷത വഹിച്ചു. അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് T. മുരളി, ശുചിത്വ മിഷൻ ജില്ലാ പ്രോഗ്രാം ഓഫീസർ രജനീഷ് രാജൻ, കോർപ്പറേഷൻ ഹെൽത്ത് സൂപ്പർവൈസർ അബ്ദുൾ നാസർ CK, കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ, കളക്ടറേറ്റ് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ കോർപ്പറേഷനിലെ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി ജീവനക്കാർ, കോർപ്പറേഷൻ ശുചീകരണ വിഭാഗം ജീവനക്കാർ, നാഷണൽ സേവിംഗ്സ് ജീവനക്കാർ തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനം നടത്തി. മാടക്കത്തറ പഞ്ചായത്തിലെ പാണ്ടിപ്പറമ്പ് കച്ചിത്തോട് ഉപയോഗശൂന്യമായ ക്വാറിയിലെ മാലിന്യങ്ങൾക്ക് വീണ്ടും തീപിടിച്ചു. വർഷങ്ങളായി പ്രവർത്തിക്കാതെ കിടന്ന കച്ചിത്തോടിലെ സ്വകാര്യ വ്യക്തിയുടെ ക്വാറിയിൽ കൂട്ടിയിട്ട മാലിന്യങ്ങൾക്കാണ് വെള്ളിയാഴ്ച രാവിലെ വീണ്ടും തീപിടിച്ചത്. ഉപയോഗശൂന്യമായ ക്വാറിയിൽ ആശുപത്രി മാലിന്യങ്ങൾ, പ്ലാസ്റ്റിക്, റെക്സിൻ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളാണ് വൻതോതിൽ കൂട്ടിയിട്ടിരിക്കുന്നത്. നാട്ടുകാർ വിവരമറിയിച്ചതോടെ തൃശൂരിൽ നിന്നും ഒരു യൂണിറ്റ് അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി തീയണച്ചു. കനത്ത പുക പ്രദേശത്ത് നിറഞ്ഞതോടെ പ്രദേശവാസികളും ദുരിതത്തിലായി. സ്ഥലം ഉടമയോട് ഉടൻ മാലിന്യങ്ങൾ മണ്ണിട്ട് കൃത്യമായി മൂടുവാൻ നിർദ്ദേശം നൽകിയതായും അല്ലാത്ത പക്ഷം ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും മാടക്കത്തറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CTVയോട് പറഞ്ഞു. സ്ഥലത്തെ മാലിന്യങ്ങൾ അവിടെ നിന്നും നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് BJP മാടക്കത്തറ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടർക്കും തഹസിൽദാർക്കും പരാതി നൽകിയതായി BJP ഏരിയ പ്രസിഡന്റ് ലിജീഷ് അറിയിച്ചു. കച്ചിത്തോട് 2 ദിവസം മുമ്പുണ്ടായിരുന്ന തീപിടുത്തവുമായി ബന്ധപ്പെട്ട് വീണ്ടും ഇപ്പോൾ ചെറിയ രീതിയിൽ തീ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫയർഫോഴ്സ് വന്നിട്ടുണ്ട്. അവരുടെ സഹായത്തോടുകൂടി വെള്ളം അടിച്ച് വിഷയം പരിഹരിക്കാൻ ശ്രമിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ സ്ഥലത്തിൻ്റെ ഉടമസ്ഥനോട് അടിയന്തരമായിട്ട് മണ്ണടിച്ച് ഈ ഭാഗം ഒന്ന് നികത്തി ക്ലിയറാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൃത്യമായ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ എൻ്റെ ഉടമസ്ഥനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാനും പഞ്ചായത്ത് തീരുമാനിച്ചിട്ടുണ്ട്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം.
ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പൊന്നിന്നൂലിൽ ചേരും നീരം ഇന്നും കണ്ണിൽ മിന്നും നീയും കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാടും നീ എൻ സ്വന്തം. SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. SVS ഗോൾഡ്, നാദം റോഡ്, ഇളംതുരുത്തി. നിങ്ങൾ അറിഞ്ഞോ, നമ്മുടെ SVS ഗോൾഡിൽ ഹോൾസെയിൽ വിലയേക്കാളും കുറഞ്ഞ ഉൽപാദന വില മാത്രം. സ്വർണം, വെള്ളി ആഭരണങ്ങൾ സാധാരണക്കാർക്കായി ഡിസ്കൗണ്ടും ഓഫറും. അപ്പോ എങ്ങനെയാ SVS ഗോൾഡിലേക്ക് പോവല്ലേ? SVS ഗോൾഡ് എന്നും സാധാരണക്കാർക്കൊപ്പം. SVS ഗോൾഡ് ജ്വല്ലേഴ്സ്, നാദം വഴി, ഇളംതുരുത്തി. ഫോൺ 9746196434. എല്ലാ ഞായറാഴ്ചയും തുറന്നു പ്രവർത്തിക്കുന്നു. വീണ്ടും വാർത്തയിലേക്ക്. കേരള ഡെമോക്രാറ്റിക് പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ കോർപ്പറേഷൻ പരിസരത്ത് ഭരണഘടനാ സംരക്ഷണ സദസ്സ് സംഘടിപ്പിച്ചു. വ്യാഴാഴ്ച വൈകിട്ട് കോർപ്പറേഷൻ പരിസരത്ത് നടത്തിയ പരിപാടി മുൻ MLA MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. പാർട്ടി ജില്ലാ പ്രസിഡന്റ് റോയ് പെരിഞ്ചേരി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അരുൺ കണിച്ചായ്, ബാബു തോമസ്, ബലരാമൻ നായർ, ഷാജു M ഫിലിപ്പ്, PS പ്രകാശൻ, MM ഷെരീഫ്, KT വിൻഡോ തുടങ്ങിയവർ സംസാരിച്ചു. തൃശ്ശൂർ ജില്ലയിൽ പ്രിയപ്പെട്ട റോയിയുടെ നേതൃത്വത്തിൽ ഈ ജില്ലയിലെ പ്രവർത്തനങ്ങൾ ഏറ്റവും മാർഗ ദീപമായി പ്രവർത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ജില്ലാ കമ്മിറ്റിയാണ് പ്രിയങ്കരായ റോയിയുടെ നേതൃത്വത്തിൽ തൃശ്ശൂരിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഐക്യജനാധിപത്യ മുന്നണിയുടെ ഏത് പ്രവർത്തനങ്ങൾ പറഞ്ഞാൽ ആ പരിപാടിയിൽ പറഞ്ഞ രൂപത്തിൽ അതിൽ പങ്കെടുക്കാൻ, അതിൽ അഭിപ്രായം പറയാൻ, അതിനാവശ്യമായ എല്ലാ സാഹചര്യങ്ങളും സൗകര്യങ്ങളും നൽകാൻ പരിപൂർണമായി ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒപ്പം നിൽക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട LP പാർട്ടിയുടെ നേതാക്കന്മാർ നിന്ന് 1 മണിക്കൂറിലധികമായി ഇന്ന് ഈ കോർപ്പറേഷന്റെ മുൻപിൽ ചരിത്രപ്രധാനമായ തൃശ്ശൂർ സെക്കൻഡ് തെക്കേ ഗോപുര നടയിൽ ഇന്ന് ഇവിടെ സംഭവിക്കും. ഒരുമനയൂർ അംബേദ്കർ നഗർ നിവാസികളെ സന്ദർശിച്ച് പരാതി പരിഹാര അദാലത്ത് നടത്തി തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഇളങ്കോ R IPS ചാവക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഒരുമനയൂർ അംബേദ്കർ നഗർ നിവാസികളെ സന്ദർശിച്ച് പരാതി പരിഹാര അദാലത്ത് നടത്തി. ഗുരുവായൂർ അസിസ്റ്റന്റ് കമ്മീഷണർ ബിജു KM അധ്യക്ഷത വഹിച്ച ചടങ്ങ് കമ്മീഷണർ ഇളങ്കോ R IPS ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഒരുമനയൂർ അംബേദ്കർ നഗരവാസികളുടെ പരാതികൾ സ്വീകരിക്കുകയും ചെയ്തു. വളർന്നുവരുന്ന കായിക പ്രതിഭകൾക്ക് ഫുട്ബോളുകളും സമ്മാനിച്ചു. ചാവക്കാട് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ഫയാസ് സ്വാഗതവും സബ് ഇൻസ്പെക്ടർ വിഷ്ണു S നായർ നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ എക്സൈസ് ഇൻസ്പെക്ടർ ബെന്നി ജോർജ്, ഒരുമനയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജിത സന്തോഷ്, SC/ST ഡെവലപ്പിംഗ് ഓഫീസർ നയന ബേബി, ഹെൽത്ത് ഇൻസ്പെക്ടർ VK രവി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷൈനി ഷാജി, ഒരുമനയൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ രവീന്ദ്രൻ KV, ചാക്കോ KJ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. സിറ്റി പോലീസ് പിടിച്ചെടുത്ത ലഹരി വസ്തുക്കൾ നശിപ്പിച്ചു. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് സിറ്റി പോലീസ് പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനുകളിൽ വിവിധ കേസുകളിലായി പിടിച്ചെടുത്ത 15.875 കിലോഗ്രാം കഞ്ചാവും 319.2 ഗ്രാം ഹാഷിഷ് ഓയിലും വ്യാഴാഴ്ച കാലത്ത് 11 മണിക്ക് പാലിയേക്കരിക്കടുത്തുള്ള ചിറ്റിച്ചേരിയിലെ ചൂളയിൽ വെച്ച് കത്തിച്ച് നശിപ്പിച്ചു. തൃശൂർ സിറ്റി ഡ്രഗ്സ് ഡിസ്പോസൽ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ലഹരി വസ്തുക്കൾ നശിപ്പിച്ചത്.
2025 ജനുവരി മാസത്തിൽ തന്നെ 83.27 കിലോഗ്രാം കഞ്ചാവും 500 ഗ്രാം MDMA-യും 4.975 ഗ്രാം ഹാഷിഷ് ഓയിലും സിറ്റി പോലീസ് ഇത്തരത്തിൽ നശിപ്പിച്ചിരുന്നു. സിറ്റി പോലീസ് കമ്മീഷണർ ഇളങ്കോ RIPS, ക്രൈംബ്രാഞ്ച് ACP നിസാമുദ്ദീൻ, നാർക്കോട്ടിക് സെൽ ASI സനീഷ് ബാബു, വനിതാ സിവിൽ പോലീസ് ഓഫീസർ ഷിഫാന, CPOമാരായ സച്ചിൻ ദേവ്, ജസ്റ്റിൻ, അജിത് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ലഹരി വസ്തുക്കൾ നശിപ്പിച്ചു കളഞ്ഞത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സമഗ്ര വികസനത്തിന് ഊന്നൽ നൽകി വടക്കാഞ്ചേരി നഗരസഭയുടെ വികസന സെമിനാർ CVR ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. പുത്തൂർ പഞ്ചായത്തിന്റെ 2025-26 വാർഷിക പദ്ധതിയുടെ ഭാഗമായി സ്ത്രീകൾക്കായി മഹിളാ സഭ സംഘടിപ്പിച്ചു. രാജ്യത്തിന്റെ 76ാം റിപ്പബ്ലിക് ദിനാഘോഷം വിവിധ പരിപാടികളോടെ ജില്ലയിൽ സമുചിതമായി ആചരിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. മണ്ണുത്തി ഡോൺ ബോസ്കോ സ്കൂളിന്റെ വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർതൃ ദിനവും വിവിധ പരിപാടികളോടെ നടത്തി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Lali's Hypermarket, Lali's Mall, Patikat Center, Thrissur.